DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വമ്പൻ ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര ബജറ്റിൽ ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പേർക്ക് ലഭിക്കുന്ന പ്രധാന ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലെ വമ്പൻ പ്രഖ്യാപനം ആദായ നികുതി ഉയർത്തിയതാണ്. സാധാരണക്കാർക്ക് വൻ നികുതി ഇളവ് ലഭിക്കുന്ന തരത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച പുതിയ നികുതി ഘടനയനുസരിച്ച് 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയിൽ നിന്ന് ലാഭിക്കാനാകുക 80,000 രൂപ വരെയാണ്. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാക്കിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ നികുതി ഘടന പ്രഖ്യാപിച്ചത്. 18 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് 70,000 രൂപയും 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇനത്തിൽ 1,10,000 രൂപയുടെയും ഇളവാണ് ലഭിക്കുക. പുതിയ നികുതി സ്കീം തിരഞ്ഞെടുക്കുന്നവർക്കാണ് ഇതിന്റെ പ്രയോജനം ഏറ്റവും അധികം ലഭിക്കുക. പഴയ നികുതി ഘടന സ്വീകരിക്കുന്നവർക്ക് നിലവിലെ സ്കീം തുടരും. മിഡിൽ ക്ലാസിനെ സഹായിക്കാൻ ആദായ നികുതി പരിധി വർദ്ധിപ്പിക്കണമെന്ന വിവിധ കോണുകളിൽ നിന്നുള്ള ആവശ്യം കണക്കിലെടുത്താണ് ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം. കൂടാതെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായ 75,000 രൂപയുടെ ഇളവും കൂടി കണക്കാക്കുമ്പോൾ സാധാരണക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. പരിഷ്കരിച്ച നികുതി ഘടനയനുസരിച്ച് പുതിയ സ്കീം തിരഞ്ഞെടുക്കുന്നവർക്ക് 12 ലക്ഷം രൂപ വരെ നികുതിയില്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായ 75,000 രൂപ കൂടി കണക്കാക്കുമ്പോൾ 12.75 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതി നൽകേണ്ടതില്ല. എന്നാൽ 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവരുടെ 4 ലക്ഷം രൂപ മുതലുള്ള വരുമാനം നികുതി വിധേയമാകും. അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായ 75,000 രൂപ കൂടി കൂട്ടി 12.75 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന വരുമാനത്തിനാണ് പരിഷ്കരിച്ച നികുതി സ്ലാബ് ബാധകമാകുക. വിവിധ സ്ലാബുകളിലാക്കിയാണ് നികുതി ഘടന പരിഷ്കരിച്ചത്. ഇവരുടെ ആദ്യ 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. എന്നാൽ 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെ കണക്കാക്കുമ്പോൾ 5% നികുതി വരും. 8 മുതൽ 12 ലക്ഷം രൂപ വരെയുള്ള പരിധിയിൽ 10% നികുതിയാണ് ഈടാക്കുക. 12 മുതൽ 16 ലക്ഷം വരുമാന പരിധിയിൽ 15% നികുതിയാണ് വരിക. 16 മുതൽ 20 ലക്ഷം വരെയുള്ള പരിധിയിൽ 20% നികുതി വരും. കേന്ദ്ര ബജറ്റിൽ 36 ജീവൻ സുരക്ഷാ മരുന്നുകൾക്ക് പൂർണ്ണമായും നികുതി ഇളവ് നൽകിയതോടെ ആ മരുന്നുകളുടെ വിലയിൽ കുറവ് വരും. 6 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതി 5% കുറച്ചു. ഇതിനു പുറമെ 37 മരുന്നുകൾക്കും 13 പുതിയ രോഗി സഹായ പദ്ധതികൾക്കും പൂർണ്ണമായും നികുതി ഒഴിവാക്കി. വരുന്ന 3 വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ഡേ കെയർ ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചു. ഭാരത് നെറ്റ് പ്രൊജക്ടിന്റെ ഭാഗമായി ഗ്രാമപ്രദേശങ്ങളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന പ്രഖ്യാപനം കർഷകർക്കുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള വായ്പാ പരിധി ഉയർത്തിയതാണ്. KCC വായ്പകൾ ഇതുവരെയുണ്ടായിരുന്ന 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം രൂപയാക്കി ഉയർത്തി. ഇത് രാജ്യത്തെ 7.7 കോടിയോളം വരുന്ന കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ക്ഷീര കർഷകർക്കും ഗുണം ചെയ്യും. 2 ലക്ഷം രൂപ വരെയുള്ള KCC വായ്പകൾക്ക് പ്രത്യേക ഈടും നൽകേണ്ടതില്ല. കാർഷിക മേഖലയുടെ ഉണർവിന് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബജറ്റിൽ. PM ധൻ ധ്യാൻ കൃഷി യോജനയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. 1.7 കോടി കർഷകർക്ക് ഗുണം ചെയ്യുന്നതാണ് പദ്ധതി. ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും വിള വൈവിധ്യവത്കരണവും ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി. വിള ഉൽപാദനം കുറവുള്ള 100 ജില്ലകളിൽ പദ്ധതി നടപ്പാക്കും. മറ്റൊരു പ്രഖ്യാപനം ചെറുകിട സ്ഥാപന ഉടമകൾക്കും ക്രെഡിറ്റ് കാർഡുകൾ അനുവദിക്കുമെന്നുള്ളതാണ്. 5 ലക്ഷം രൂപ വരെ വായ്പാ പരിധിയുള്ള ക്രെഡിറ്റ് കാർഡുകളാണ് ചെറുകിട സ്ഥാപന ഉടമകൾക്ക് നൽകുക എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടും ധനമന്ത്രി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. 5 ലക്ഷം വനിതകൾക്ക് 2 കോടി രൂപ വരെ വായ്പ അനുവദിക്കും. കേന്ദ്ര ബജറ്റിൽ പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്കും ജിഗ് തൊഴിലാളികൾക്കുമായി സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ തൊഴിലെടുക്കുന്നവർക്കും ജിഗ് തൊഴിലാളികൾക്കും തിരിച്ചറിയൽ കാർഡുകൾ നൽകും. ഇ-ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ ഉൾപ്പെടുത്തി ഇവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കാറ്ററിംഗ് ജോലികൾ, ഫ്രീലാൻസ് ജോലികൾ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ, സോഫ്റ്റ്വെയർ വികസനം തുടങ്ങിയ നിരവധി മേഖലയിലാണ് ജിഗ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്. മണിക്കൂർ അനുസരിച്ചോ പാർട്ട് ടൈമായോ ആണ് ഇത്തരം ജോലികൾ. പാർട്ട് ടൈമായി പല വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നവരും ഇതിന് കീഴിൽ വരും. ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വേണ്ടി സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന തൊഴിലാളികളാണ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ. ഓൺലൈൻ ഭക്ഷണ വിതരണ ആപ്പുകളിൽ തൊഴിലെടുക്കുന്നവർ, ഓൺലൈൻ ടാക്സി സർവീസുകളിൽ തൊഴിലെടുക്കുന്നവർ, ഡെലിവറി തൊഴിലാളികൾ തുടങ്ങിയവരും പ്ലാറ്റ്ഫോം തൊഴിലാളികളാണ്. വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെ ഈ മേഖലയുടെ ഗുണഭോക്താക്കളാണ്. ഇവരുടെ തൊഴിൽ സുരക്ഷയെ മുൻനിർത്തിയാണ് ഈ പ്രഖ്യാപനം. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക.